അതൊക്കെ കഴിഞ്ഞല്ലേ, നോ പ്രോബ്ലം. അവിടെ വെച്ച് ജിത്തുവിനെ പരിചയപ്പെട്ടു. താങ്ക്സ്. എന്തിന്? മോളെ സേവ് ചെയ്തേന്. അതൊക്കെ പോട്ടെ, നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. ഓ സോറി, ഞാൻ അഭിരാമി, അഡ്വക്കേറ്റാ, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ചെറിയ ഫാമിലി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാ. സോറി, ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് മാഡം. ഏയ് മാഡം ഒന്നും വിളിക്കണ്ട, യു ക്യാൻ കോൾ മീ അഭിരാമി ഓർ അഭി. ഓക്കെ മാഡം. അയ്യോ സോറി അഭി. ഞാൻ ആകാശ്, PWD അസിസ്റ്റന്റ് എഞ്ചിനീയറാണ്. ഇതെന്റെ വൈഫ് ചാരുലത. ആകാശും ചാരുലതേ, ഗുഡ്. ചാരുവിന്റെ മീനിങ് മനോഹരമായത് അല്ലേ? അതറിയില്ല മാഡം. നോ, അഭി. ഓ സോറി, അഭി. മനോഹരം, ഭംഗിയുള്ളത് എന്നൊക്കെയാ ചാരുവിന്റെ മീനിങ്. അതിന്റെ കൂടെ ആകാശം കൂടെ ചേർന്നപ്പോ ബ്യൂട്ടിഫുൾ കപ്പിൾസ്. ആകാശ് എന്തോ ചോദിക്കാൻ വന്നല്ലോ, എന്തായിരുന്നു അത്? അത് ചോദിച്ചോളൂ. അല്ല, ഫാമിലി ഇഷ്യൂസ് എന്ന് പറഞ്ഞില്ലേ? ആ യെസ്. അത് ജിത്തുവായിട്ടാണോ? അത് ആകാശിന് മനസ്സിലായില്ലേ? സോറി, ആവണി മോളെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കായിരുന്നു. എക്സാക്ട്ലി. ഞങ്ങള് സെപ്പറേറ്റഡ് ആവാൻ തീരുമാനിച്ചവരാ. മോളെ റൂമിലേക്ക് ചെല്ല്, പപ്പ ഒറ്റയ്ക്കല്ലേ? ഓക്കേ മാമ. പൊക്കോ. ഞാനും ജിത്തുവും ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടവരാ. ആ പരിചയം 3 മന്ത്സിനുള്ളിൽ മാരേജിലേക്ക് എത്തി. ഹാപ്പി ആയിരുന്നു ആദ്യമൊക്കെ. പിന്നെ ആവണിമോൾ ഉണ്ടായപ്പോ 2 പേരുടെയും തിരക്ക് കാരണം മോളെ നോക്കാൻ സമയം കണ്ടെത്താൻ പറ്റാതായി. ഒരായെ വീട്ടിൽ നിർത്തിയിട്ടാ ഞങ്ങൾ പോയിരുന്നത്. ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഉണ്ടായ ഇഷ്യൂസാ. ജിത്തുവിന് ഞാൻ കുഞ്ഞിനെ നോക്കി വീട്ടിൽ ഇരുന്നാൽ മതി. എൻ്റെ ഒരു ഡ്രീമായിരുന്നു ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് ആവാന്നുള്ളത്. ജിത്തുവിൻ്റെ തീരുമാനം ഞാൻ അംഗീകരിച്ചില്ല. അവിടെ തുടങ്ങി പരസ്പരമുള്ള തർക്കങ്ങളും ഈഗോയും. ഇപ്പോ അത് ഡിവേഴ്സിലെത്തി. ലൈഫിലെ ലാസ്റ്റ് ചാൻസ്, അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനാ ഈ ട്രിപ്പിന് വന്നത്. അല്ലാതെ അടിച്ചു പൊളിക്കാനൊന്നുമല്ല. ഹായ് ആകാശ്, ഇത് എന്റെ വൈഫാണ് അഭിരാമി. ഞങ്ങളെ വിശദമായിട്ട് പരിചയപ്പെട്ടു. നിങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയല്ലേ, നടക്കട്ടെ. ഓക്കെ, കാണാം. അഭി വാ.